ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മുടെ ഈ ഒരു മിഷൻ ലോക്കോ പൈലറ്റ് ഫ്രീ ക്ലാസ് സീരീസ് നമ്മൾ ജൂണിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ജൂലൈ അവസാനിക്കുവാണ്. ഏകദേശം 2 മാസം ആവുന്നുണ്ട്. ഓക്കെ, കണ്ടിന്യൂസ് ക്ലാസ്സസ് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഫിസിക്സിന് തന്നെ നമ്മൾ ഇന്നൊരു പുതിയ ക്ലാസ് ആണ്. അപ്പം ഇതിന് മുന്നേ നമ്മൾ ഓൾറെഡി കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇനി എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ പോയി കണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ലോക്കോ പൈലറ്റ് എക്സാം എന്ന് പറയുമ്പോൾ ഇതിൽ മെയിനായിട്ട് മാത്സും റീസണിങ്ങും അതേപോലെ തന്നെ സയൻസുമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു പ്രോപ്പർ രീതിയിൽ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം GK എന്ന് പറയുമ്പം എന്താണ് ഇപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി അങ്ങനെ ഒത്തിരി വൈഡായിട്ട് സംഭവങ്ങളില്ല. സയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സയൻസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് മനസ്സിലാക്കുക, അത് മാത്രം പഠിക്കുക. പിന്നെ മാത്സ്, റീസണിങ് അത് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. നല്ല പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിച്ചാലേ നിങ്ങൾക്ക് അപ്പോൾ ഒരു സ്പീഡും ആ ഒരു ആ ഒരു നാക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. ഒത്തിരി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താലേ നമുക്കത് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ടീച്ചേഴ്സ് അതാത് ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് നിങ്ങളുടെ സ്പീഡും അതേപോലെ തന്നെ ആ ഒരു ഇന്ന ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും, ആ ഒരു രീതിയിലോട്ട് നമ്മൾ എത്തണം. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇപ്പം നമുക്ക് അത്യാവശ്യം ടൈമുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഫിസിക്സിലെ സൗണ്ട് എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ആപ്പിൽ, ഓക്കെ, നമ്മുടെ ദിശ ലേണിംഗ് ആപ്പിൽ നമ്മുടെ ഈ ഒരു RRB ALPക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് കൃത്യമായിട്ടുള്ളൊരു ഷെഡ്യൂള് കാര്യങ്ങൾ നിങ്ങൾക്ക് തരും. അതനുസരിച്ച് നിങ്ങൾ പഠിച്ചിട്ട് വരിക. ടീച്ചേഴ്സ് എന്ത് ചെയ്യും, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫുൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ഇത്രയും വർഷം കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫുൾ എടുത്ത് വർക്കൗട്ട് ചെയ്തായിരിക്കും ആ ഒരു ക്ലാസ് എന്ന് പറയുക. അപ്പം ആ ഒരു രീതിയിലാണ് ഈ ഒരു ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസ് റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി എന്ത് ചെയ്യും, അവൈലബിൾ ആയിരിക്കും. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഷെഡ്യൂൾ അനുസരിച്ച് ഫോളോ ചെയ്തിട്ട് വരിക. ഓക്കെ, പിന്നെ അതിനുശേഷം ലൈവായിട്ട് നമ്മൾ ഫുൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ക്ലാസ്സിൽ ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ താഴെ കൊടുത്തേക്കുന്ന 2 നമ്പേഴ്സ് കൊണ്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു പുതിയ ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സൗണ്ട്. ഓക്കെ, സൗണ്ടിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം സൗണ്ട് എന്ന് പറയുമ്പം ഒരു വേവാണ്. ഓക്കെ, നമുക്ക് ഒത്തിരി വേവുകൾ പഠിക്കാനുണ്ട്. ഇപ്പം ഹീറ്റ്, ലൈറ്റ്, അങ്ങനെ വേവുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു വേവാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ സൗണ്ട് എന്ന് പറയും. എന്താണ് ഒരു വേവ്? ഓക്കെ, വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു എനർജി, ആ എനർജി ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തോട്ട് സഞ്ചരിച്ചെത്തുവാണ്. ഓക്കെ, അപ്പം അവിടെ ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഇവിടെ ചുറ്റും പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസിൽ ഡിസ്റ്റർബൻസ് നടന്നിട്ടാണ് ആ സൗണ്ട് എന്ത് ചെയ്യുക, സൗണ്ട് എന്ന് പറയുന്ന ആ ഒരു എനർജി ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോവുക. ഓക്കെ, ആ പോകുന്നതിനെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ എന്തെന്ന് പറയുന്നത്, വേവ് എന്ന് പറയും. ഓക്കെ, ആ ഒരു വേവ്. അപ്പം ഈ വേവ് എന്ന് പറയുമ്പം വേവ് മെയിൻലി 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, മെക്കാനിക്കൽ ബ്രോഡ്ലി 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. 2 ടൈപ്പായിട്ട്. ഏതാണ്? മെക്കാനിക്കലും അതുപോലെ തന്നെ നോൺ മെക്കാനിക്കൽ. ഓക്കെ, അപ്പോൾ വേവിനെ ഞാൻ ജസ്റ്റ് ഒന്ന് സൗണ്ടിനെ അല്ല, നമ്മുടെ വേവിനെ ഞാൻ ജസ്റ്റ് ഒന്ന് 2ആയിട്ട് തിരിക്കുവാണ്. ഓക്കെ, മെക്കാനിക്കലും ഉണ്ട് അതേപോലെ തന്നെ നോൺ മെക്കാനിക്കലും ഉണ്ട്. ഓക്കെ, മെക്കാനിക്കലും നോൺ മെക്കാനിക്കലും ഇങ്ങനെ 2 വേവുകളാണുള്ളത്. സിമ്പിളാണ് മനസ്സിലാക്കാൻ. ഇപ്പം എന്തെങ്കിലും മീഡിയം ഉണ്ടെങ്കിൽ മാത്രം ആ മീഡിയത്തിൽ കൂടെ മാത്രം സഞ്ചരിക്കാൻ പറ്റുന്നവരാണ് ആര്? മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയുന്നത്. നോൺ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മീഡിയം ഇല്ലെങ്കിലും വാക്വത്തിൽ കൂടെ വരെ സഞ്ചരിക്കാൻ പറ്റുന്നവരാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ നോൺ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയും. ഓക്കെ, ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന സൗണ്ട് എന്ന് പറയുന്നത് മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ സഞ്ചരിക്കുള്ളൂ. മീഡിയം എന്ന് പറയുമ്പോൾ സോളിഡോ, ലിക്വിഡോ, ഗ്യാസോ അങ്ങനെ എന്തെങ്കിലും മീഡിയം ഉണ്ടെങ്കിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരു വേവ് ആണ് ആരെന്ന് പറയുന്ന സൗണ്ട്. അപ്പോൾ സൗണ്ട് എന്താണ്? സൗണ്ട് ഒരു മെക്കാനിക്കൽ വേവ് ആണ്. ഓക്കെ, അതേപോലെ നോൺ മെക്കാനിക്കൽ വേവിൽ വരുന്നതാണ് ലൈറ്റും അതേപോലെ തന്നെ ഹീറ്റും.
അവ രണ്ടുപേരും നോൺ മെക്കാനിക്കൽ വേവ്സ് ആണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സൗണ്ടിനെ പറ്റിയാണ്. സൗണ്ട് എന്ത് വേവ് ആണ്? ഒരു മെക്കാനിക്കൽ വേവ് ആണ്. ഓക്കെ, സൗണ്ടിന് ഒരിക്കലും വാക്വത്തിൽ കൂടെ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ അവിടെ സൗണ്ടിന് സഞ്ചരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, എന്തെങ്കിലും മീഡിയം വേണം. മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ ആര് സഞ്ചരിക്കത്തുള്ളൂ? നമ്മുടെ ഈ ഒരു സൗണ്ട് എന്ന് പറയുന്ന എനർജി അല്ലെങ്കിൽ വേവ് സഞ്ചരിക്കത്തുള്ളൂ. ഓക്കെ, ഇനി ഈ ഒരു മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ മെക്കാനിക്കലിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ലോഞ്ചിറ്റ്യൂഡിനലും അതേപോലെ തന്നെ ട്രാൻസ്വേഴ്സ്. ഓക്കെ, എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ, എന്താണ് ട്രാൻസ്വേഴ്സ്? ഓക്കെ, ഇപ്പം ഒരു വേവ്, ആ വേവിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും വേവ് സഞ്ചരിക്കുന്ന ഡയറക്ഷനും പാരലാണ്. അതിൻ്റെ ഇടയിൽ ആംഗിൾ ഒന്നും ഇല്ല എങ്കിൽ, എന്ന് വെച്ചാൽ രണ്ടും പാരലാണ്, ഒരു ആംഗിളും ഇല്ല, ആംഗിൾ 0 ഡിഗ്രി ആണെങ്കിൽ അങ്ങനത്തെ വേവ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ ഇപ്പം പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഒന്ന്, അതേപോലെ വേവിന്റെ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ വേറൊന്ന്, അങ്ങനെ രണ്ടും രണ്ട് ഡയറക്ഷൻ ആയിട്ട് വരുവാണ്. ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 90 ഡിഗ്രി ആംഗിൾ വരും. ഇങ്ങനെ വരുവാണെങ്കിൽ ഇത് എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ്. ഇപ്പം ആ വേവിന്റെ പ്രൊപ്പഗേഷൻ ഡയറക്ഷനും അതേപോലെ തന്നെ പാർട്ടിക്കിൾ വൈബ്രേഷൻ ഡയറക്ഷനും അവിടെ ആംഗിൾ ഇല്ല, പാരലാണ്, ആംഗിൾ 0 ഡിഗ്രി ആണെങ്കിൽ അങ്ങനത്തെ വേവ്സിനെ പറയുന്നതാണ് എന്ത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയും. ഓക്കെ, ഇനി നോൺ മെക്കാനിക്കലിൽ അങ്ങനെ ട്രാൻസ്വേഴ്സ് ലോഞ്ചിറ്റ്യൂഡിനൽ ഇല്ല, ട്രാൻസ്വേഴ്സ് മാത്രമേ ഉള്ളൂ, രണ്ടായിട്ടില്ല. എല്ലാ നോൺ മെക്കാനിക്കൽ വേവ്സും എന്താണ്? ട്രാൻസ്വേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന സൗണ്ട് എന്ത് വേവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗണ്ട് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അപ്പൊ പറഞ്ഞു വരുമ്പം സൗണ്ട് ഒരു മെക്കാനിക്കൽ വേവ് ആണ്. മെക്കാനിക്കലിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഒരു മെക്കാനിക്കൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ സൗണ്ട് എന്ന് പറയുന്നത്. ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ എന്തായാലും നമ്മൾ സൗണ്ടിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് അടുത്ത സ്ലൈഡ് ഒന്ന് എടുക്കുവാണേ. ഓക്കെ, സൗണ്ടിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ. സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് പ്രൊഡ്യൂസസ് എ സെൻസേഷൻ ഓഫ് ഹിയർ. ഓക്കെ, ആ ഹിയറിംഗ് സെൻസേഷൻ ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഒരു എനർജിയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സൗണ്ട് എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞ ആ പോയിന്റ് ഇത് ഇങ്ങനെ തന്നെ എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ, സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ മെക്കാനിക്കൽ വേവ് ആണ്. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ ഇപ്പൊ എന്താണെന്ന് നമുക്കറിയാം, മെക്കാനിക്കൽ എന്താണെന്ന് അറിയാം. ഓക്കെ, അപ്പൊ സൗണ്ട് എന്താണ്? ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ മെക്കാനിക്കൽ വേവ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സൗണ്ട് എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ ദേ റിക്വയർഡ് മീഡിയം ടു ട്രാവൽ ആൻഡ് പ്രൊഡ്യൂസ് വെൻ വൈബ്രേഷൻസ് ഒക്കെ. ഓക്കെ, അപ്പം എന്തായാലും മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം തന്നെ എന്തുവാ? സഞ്ചരിക്കണമെങ്കിൽ എന്ത് മീൻസ് ഉറപ്പായിട്ട് ഒരു മീഡിയം വേണം. അതാണ് ഇവിടെ സെന്റൻസ് ആക്കി കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇവർക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? സോളിഡോ ലിക്വിഡോ ഗ്യാസോ അങ്ങനെ എന്തെങ്കിലും മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ സഞ്ചരിക്കത്തുള്ളൂ. അതേപോലെ തന്നെ സൗണ്ട് വൈബ്രേറ്റ് ചെയ്താണ് എന്ത് ചെയ്യുക? ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോവുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സോളിഡ് വരയ്ക്കുവാണേ. സോളിഡിലെ പാർട്ടിക്കിൾസ് എല്ലാം എങ്ങനെയാണ്? നല്ല കോമ്പാക്ട്ലി പാക്ഡ് ആണ്. ഓക്കെ, പാർട്ടിക്കിൾസ് ഇടയിലുള്ള സ്പേസ് ഒക്കെ തീരെ കുറവാണ്. ഓക്കെ, ഞാൻ സോളിഡും അതേപോലെ തന്നെ ജസ്റ്റ് ലിക്വിഡും ഗ്യാസും വരയ്ക്കുവാണേ. ഓക്കെ, എന്തായാലും ഇവർക്ക് 3 പേർക്ക് ആർക്കാണ് ഡെൻസിറ്റി കൂടുതൽ? കാണുമ്പോൾ തന്നെ അറിയാം, ഇതിനാണ് ഡെൻസിറ്റി കൂടുതൽ, അതിനെക്കാട്ടിയും കുറവാണ്, ഇത് തീരെ കുറവാണ്. ഓക്കെ, സൗണ്ട് വൈബ്രേറ്റ് ചെയ്താണ് സഞ്ചരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പാർട്ടിക്കിൾ ഇങ്ങനെ ആ എനർജി, സൗണ്ട് എനർജി വന്നു, ഈ പാർട്ടിക്കിൾ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, ആ വൈബ്രേഷൻ തൊട്ടടുത്തിരിക്കുന്ന പാർട്ടിക്കിളിലോട്ട് എന്തെങ്കിലും പാസ് ഓൺ ചെയ്യും, അത് വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ ഇത് വൈബ്രേറ്റ് ചെയ്താണ് ആര് പോകുന്നത്? സൗണ്ട് എനർജി പാസ് ചെയ്ത് പോകുന്നത്. നോക്കിയേ, ലിക്വിഡിൽ ഇപ്പൊ ഈ പാർട്ടിക്കിളെ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യുവാണ്. ആ വൈബ്രേഷൻ ഈ അടുത്ത പാർട്ടിക്കിളിലോട്ട് വന്നെത്താൻ കുറച്ചൊക്കെ ഒരു ടൈം എടുക്കും, കാരണം അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഇനി ഇതിരുന്ന് വൈബ്രേറ്റ് ചെയ്ത് ഇവിടെ എത്താൻ നേരത്ത് കുറച്ച് അധികം ടൈം എടുക്കും. ഓക്കെ, അപ്പൊ സൗണ്ട് എപ്പോഴും വൈബ്രേറ്റ് ചെയ്താണ് സഞ്ചരിക്കുന്നത്. അടുത്തടുത്ത പാർട്ടിക്കിൾസ് ഇരിക്കുവാണെങ്കിൽ ഒരു പാർട്ടിക്കിളിൽ നിന്ന് വൈബ്രേഷൻ അടുത്ത പാർട്ടിക്കിളിലോട്ട് പാസ് ഓൺ ചെയ്യാൻ എളുപ്പമല്ലേ? ഇതേപോലെ വൈബ്രേറ്റ് ചെയ്ത് സഞ്ചരിക്കുന്ന ഒരു എനർജിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ സൗണ്ട് എന്ന് പറയും. അതാണ് വൈബ്രേഷൻ ഒക്കെ ചെയ്യുമ്പോഴാണ് സൗണ്ട് എനർജി പാസ് ഓൺ ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സൗണ്ട് ഈസ് മെഷേർഡ് ഇൻ ഡെസിബൽ. സൗണ്ടിനെ നമ്മൾ എപ്പോഴും മെഷർ ചെയ്ത് സൗണ്ടിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡെസിബൽ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതേപോലെ
സൗണ്ടിന്റെ സ്പീഡ്. സൗണ്ടിന് ഏറ്റവും കൂടുതൽ സ്പീഡ് കിട്ടുക സോളിഡിലാണോ ലിക്വിഡിലാണോ ഗ്യാസ് ആണോ? ഓൾറെഡി നമ്മൾ പറഞ്ഞു പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്താണ് എന്ത് ചെയ്യുക, ഈ സൗണ്ട് എനർജി പാസ് ഓൺ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പം ഇതിലോട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് എന്താണ് ഈ എനർജി പാസ് ഓൺ ചെയ്തു പോകാൻ എളുപ്പമാണ്. കാരണം എല്ലാവരും അടുത്തടുത്ത് ഇരിക്കുമല്ലേ. ഇതിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും, അതിനെക്കാട്ടിയും ബുദ്ധിമുട്ടായിരിക്കും ഇതിൽ. ഓക്കെ, അപ്പൊ സൗണ്ടിന് ഏറ്റവും കൂടുതൽ സ്പീഡ് കിട്ടുക മീഡിയങ്ങളിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സോളിഡിലായിരിക്കും ഏറ്റവും കൂടുതൽ സ്പീഡ് കിട്ടുക. പിന്നെ എന്താണ് ലിക്വിഡ്, പിന്നെ ലാസ്റ്റ് വൺ ആയിരിക്കും ഗ്യാസ്. പിന്നെ വാക്വം പറയേണ്ട ആവശ്യമില്ല. വാക്വം എന്ന് പറഞ്ഞാൽ ശൂന്യം, അവിടെ ഒരു പാർട്ടിക്കിൾസും ഇല്ല. വാക്വത്തിൽ കൂടെ സൗണ്ട് സഞ്ചരിക്കത്തേ ഇല്ല. അപ്പൊ പിന്നെ അവിടെ നമ്മൾ വാക്വം പറയേണ്ട ആവശ്യമില്ല. സൗണ്ടിന് ഏറ്റവും കൂടുതൽ സ്പീഡ് കിട്ടുക മീഡിയങ്ങളിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോളിഡിലാണ്. അപ്പൊ ജസ്റ്റ് ആ ഒരു സൗണ്ടിന് സ്പീഡ് കൊടുത്തേക്കുവാണ് ഇവിടെ. ഓക്കെ, ആ ഓർഡറിൽ കൊടുത്തേക്കാണ് സോളിഡ്, പിന്നെ ലിക്വിഡ്, എന്താണ് ഗ്യാസ്. മാക്സിമം സ്പീഡ് കിട്ടുക എവിടെയായിരിക്കും, സോളിഡ്സിലായിരിക്കും കിട്ടുക. ക്ലിയർ ആണോ? അപ്പം സൗണ്ട് ഒരു മെക്കാനിക്കൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അതുപോലെ സൗണ്ട് ഏറ്റവും കൂടുതൽ സ്പീഡ് കിട്ടുക എവിടെയാണ്, സോളിഡ്സിലാണ് കിട്ടുക. അതേപോലെ എന്താണ് വൈബ്രേഷൻ സംഭവിച്ചാണ് സൗണ്ട് സഞ്ചരിക്കുന്നത്. സൗണ്ടിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് ഓർത്തിരിക്കുക, ഡെസിബലിലാണ് നമ്മൾ എപ്പോഴും യൂണിറ്റ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സൗണ്ട് എന്തായാലും ഒരു വേവ് ആണല്ലോ. ഓക്കെ, ആ വേവ് ഞാനൊന്ന് വരയ്ക്കുവാണ്. ഓക്കെ, സൗണ്ട് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആയതുകൊണ്ട് തന്നെ സൗണ്ടിന്റെ ഈ വേവിന്റെ അപ്പർ പോർഷൻ, ഇത് ലോവർ പോർഷൻ. ഓക്കെ, ഈ ഒരു പോർഷനെ പറയുന്നത് കംപ്രഷൻ എന്നാണ്. കംപ്രഷൻ. ഓക്കെ, ഇതെന്താണ്, റേറിഫാക്ഷൻ. ഓക്കെ, ഇപ്പൊ ട്രാൻസ്വേഴ്സ് വേവുകളാണെങ്കിൽ നമ്മൾ ക്രസ്റ്റ്, ട്രഫ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണല്ലോ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെ നമ്മൾ എന്താണ് കംപ്രഷൻ എന്നും റേറിഫാക്ഷൻ എന്നും ആണ് പറയുന്നത്. ഓക്കെ, ഇനി ഒരു വേവ് എന്ന് പറയുമ്പം എത്രയാണ്, ഒരു കംപ്രഷനും ഒരു റേറിഫാക്ഷനും കൂടെ ചേരുന്നതാണ് ഒരു വേവ്. ഓക്കെ, ഇവിടെ ഞാൻ രണ്ട് വേവ് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടുത്തെ പാർട്ടിക്കിൾസിന് വൈബ്രേറ്റ് ചെയ്ത് എത്താൻ പറ്റുന്ന ഈ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ഡെപ്ത് ഉണ്ടല്ലോ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുക. ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. അതേപോലെ തന്നെ ഇത് അടുത്തൊരു കംപ്രഷൻ ആണ്. രണ്ട് കംപ്രഷന്റെ ഇടയിലുള്ള ദൂരമാണ് എന്ത്, വേവ് ലെങ്ത്. അല്ലെങ്കിൽ ഇവിടെ റേറിഫാക്ഷൻ ഉണ്ട്. രണ്ട് റേറിഫാക്ഷന്റെ ഇടയിലുള്ള ദൂരമാണ് വേവ് ലെങ്ത്. വേവ് ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഞാൻ ജസ്റ്റ് റെപ്രസെന്റ് ചെയ്തേക്കുന്ന ലാംഡ വെച്ചിട്ടാണ്. ഓക്കെ, ലാംഡ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് റെപ്രസെന്റ് ചെയ്തേക്കുവാണ്. ഓക്കെ, ലാംഡ സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് കംപ്രഷന്റെയോ രണ്ട് റേറിഫാക്ഷന്റെയോ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്, ലാംഡ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഫ്രീക്വൻസി. ഇപ്പൊ ഞാൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുവാണെങ്കിൽ ഈ പോയിന്റ് കൂടെ ഒരു സെക്കൻഡിൽ എത്ര വേവ്സ് കടന്നു പോയി, ആ എണ്ണം. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു സെക്കൻഡ് ടൈം കൊടുക്കുവാണ്. ആ ഒരു ഫിക്സഡ് പോയിന്റ് കൂടെ എത്ര നമ്പർ ഓഫ് വേവ്സ് കടന്നു പോയി, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഫ്രീക്വൻസി എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഫ്രീക്വൻസി എഫ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ആ ജസ്റ്റ് ഞാൻ ഒരു ഇക്വേഷൻ പറയുവാണ്, അത് നിങ്ങൾ ഓർത്തിരിക്കുക. V ഈക്വൽസ് എഫ് ലാംഡ നമ്മുടെ ഇക്വേഷൻ ആണ്. ഓക്കെ, ഈ V എന്ന് പറയുന്നത് സൗണ്ടിന്റെ എന്താണ്, സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയാം. സൗണ്ടിന്റെ വെലോസിറ്റി, ഇതെന്താണ്, ഫ്രീക്വൻസി. അതേപോലെ തന്നെ ഇതെന്താണ്, ആ വേവിന്റെ ആ വേവ് ലെങ്ത് ആണ്. ഓക്കെ, അത് വെച്ചിട്ട് ആ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. V ഈക്വൽസ് എഫ് ലാംഡ എന്ന് പറയുന്ന ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് വേറൊരു കാര്യവും കൂടെ മനസ്സിലാക്കാം. ഓക്കെ, എന്തുവാ, ഈ ലാംഡേനെ ഞാൻ ഇവിടെ ഇട്ടിട്ട് V/F എന്ന് ഞാൻ എഴുതുക. എഫിന് ഇങ്ങ് താഴെ കൊണ്ടുവന്നു, മൾട്ടിപ്ലൈ ചെയ്തതിന് ഇങ്ങ് കൊണ്ടുവന്നപ്പോൾ ഡിവിഷൻ ആയി. ഓക്കെ, ഇതിൽ നോക്കിയേ, ഫ്രീക്വൻസി എപ്പോഴും വേവ് ലെങ്തിന് എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഫ്രീക്വൻസി എപ്പോഴും വേവ് ലെങ്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണെങ്കിൽ വേവ് ലെങ്ത് ഫ്രീക്വൻസിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇപ്പം ഒരു വേവിന് ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിരിക്കും ആ വേവിന് എന്ത് കുറവായിരിക്കും, ആ ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ വേവ് ലെങ്ത് കുറവായിരിക്കും. വേവ് ലെങ്ത് കൂടുതലാണെങ്കിലോ ഫ്രീക്വൻസി കുറവായിരിക്കും. എപ്പോഴും ഫ്രീക്വൻസി വേവ് ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പോൾ ആ ജസ്റ്റ് ഞാനൊരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്, വായിക്കുക. വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് എ സൗണ്ട് വേവ് ഇൻ എ മീഡിയത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വിത്ത് എ ഫ്രീക്വൻസി ഓഫ്
840 ഹെഡ്സ്. ഇപ്പൊ ഫ്രീക്വൻസി എഫ് ആണ് തന്നിരിക്കുന്നത്. 840 എന്താണ് ഹെഡ്സ്. ഹെഡ്സ് ആണ് ആരുടെ യൂണിറ്റ്? നമ്മുടെ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഹെഡ്സ് എന്ന് പറയുന്നത്. ഹെഡ്സ്. ഓക്കെ, ഹെഡ്സ്. ഓക്കെ, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഹെഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് എ സ്പീഡ് ഓഫ് 380 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ സ്പീഡ് തന്നിട്ടുണ്ട് 380 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ കണ്ടുപിടിക്കേണ്ടത് എന്തോ? വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദ സൗണ്ട് വേവ്? വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഇക്വേഷൻ എന്തുവാ? V ഈക്വൽസ് എഫ് ലാംഡ. ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? V ബൈ എഫ് ആണ്. V ഓൾറെഡി തന്നിട്ടുണ്ട് എത്രയാണ്? 380 ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 840. ഈ 0 ഞാൻ കട്ട് ചെയ്യുവാണ്. ഓക്കെ, 38 ഡിവൈഡ് ബൈ 84. എന്തായാലും ന്യൂമറേറ്റർ ചെറുതാണ്, ഡിനോമിനേറ്റർ വലുതാണ്. ഒരിക്കലും 5ഓ 1ഓ 2ഓ വരത്തില്ല. അപ്പൊ പിന്നെ ആൻസർ എന്തായിരിക്കും? 0.45 മീറ്റർ ആയിരിക്കും ആൻസർ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. V ഈക്വൽസ് എഫ് ലാംഡ. V എന്ന് പറയുന്ന സൗണ്ടിന്റെ വെലോസിറ്റി, എഫ് എന്ന് പറയുന്ന സൗണ്ട് ഫ്രീക്വൻസി, ലാംഡ എന്ന് പറയുന്ന സൗണ്ടിന്റെ വേവ് ലെങ്ത്. ആ മൂന്ന് ക്വാണ്ടിറ്റീസും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് V ഈക്വൽസ് എഫ് ലാംഡ എന്ന് പറയും. ഓക്കെ, അതേപോലെ തന്നെ ഹെഡ്സ് എന്ന് പറയുന്ന ആരുടെ യൂണിറ്റ് ആണ്? ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഈ ഒരു പ്രോബ്ലം, ഈ ഒരു ഇക്വേഷൻ അത് ഓർത്തിരിക്കുക. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സൗണ്ടിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സൗണ്ടിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പം ആ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിയേ, ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പൊ സൗണ്ടിന്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഒന്നെന്ന് പറയുന്നത് ലൗഡ്നെസ്, 2 പിച്ച്, 3 എന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റി. ക്വാളിറ്റീനെ നമുക്ക് ടിംബർ എന്നും പറയാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ടിംബർ. ഓക്കെ, ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ടിംബർ എന്ന് പറയാം. ഇതാണ് സൗണ്ടിന്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിലെ ഒന്നാമത്തെ ഫീച്ചർ ഞാൻ പറയുവാണ് ലൗഡ്നെസ്. എന്താണ് ലൗഡ്നെസ്? ലൗഡ്നെസ് റെഫേഴ്സ് ടു ദ പെർസെപ്ഷൻ ഓഫ് ദ സ്ട്രെങ്ത് ഓർ ഇന്റൻസിറ്റി ഓഫ് ദ സൗണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ TV ഓൺ ചെയ്തിട്ട് TVയുടെ വോളിയം കൂട്ടുമല്ലോ. അപ്പൊ ആ കൂടി വരുന്നത് എന്താണ്? ആ സൗണ്ടിന്റെ ഇന്റൻസിറ്റി ഇങ്ങനെ കൂടി വരുവാണ്. നമുക്ക് കൂടുതൽ സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും. അതാണ് ലൗഡ്നെസ് എന്ന് പറയുന്നത്. ലൗഡ്നെസ് എപ്പോഴും സൗണ്ടിന്റെ ഇന്റൻസിറ്റി ആയിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും നമ്മൾ പറയാം. ഓക്കെ, ഇന്റൻസിറ്റി കൂടുതലാണെങ്കിൽ, സൗണ്ടിന്റെ ഇന്റൻസിറ്റി കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? സൗണ്ടിൽ ലൗഡ്നെസ് കൂടുതലായിരിക്കും. അപ്പൊ ലൗഡ്നെസ് എന്ന് പറയുന്നത് സൗണ്ടിന്റെ എന്താണ്? ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സൗണ്ട് വേവ്. ഇപ്പൊ നമ്മൾ വേവ് വരച്ചായിരുന്നല്ലോ, ആംപ്ലിറ്റ്യൂഡ് നമ്മൾ മാർക്ക് ചെയ്തില്ലേ? ആ ആംപ്ലിറ്റ്യൂഡ് ഉപയോഗിച്ച് നമുക്ക് സൗണ്ടിന്റെ ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. കാരണം സൗണ്ടിന്റെ ഇന്റൻസിറ്റി എപ്പോഴും ആ സൗണ്ട് വേവിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പം ഇന്റൻസിറ്റി കണ്ടുപിടിച്ചാൽ ലൗഡ്നെസ് കിട്ടുമല്ലോ. ഓക്കെ, അപ്പൊ ഇന്റൻസിറ്റി കണ്ടുപിടിക്കുക എന്ത് ചെയ്യുക? സൗണ്ട് വേവിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ എടുക്കുക. അപ്പൊ ഇന്റൻസിറ്റി കിട്ടും. ഇന്റൻസിറ്റി ആണ് എന്തെന്ന് പറയുന്നത്? ലൗഡ്നെസ് എന്ന് പറയുന്നത്. അതുവഴി നമുക്ക് ലൗഡ്നെസ് മെഷർ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഹയർ ആംപ്ലിറ്റ്യൂഡ് മീൻസ് ലൗഡർ സൗണ്ട്. ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണെങ്കിൽ, ഇപ്പൊ നമ്മൾ നേരത്തെ വേവ് വരച്ചായിരുന്നല്ലോ, ഇങ്ങനെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണ്. ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ആ വേവിന് ലൗഡ്നെസ് കൂടുതലായിരിക്കും. ആ സൗണ്ട് വേവിന് ലൗഡ്നെസ് കൂടുതലായിരിക്കും. അതായിരിക്കും അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ സൗണ്ടിന്റെ ഒരു ഫീച്ചർ നമ്മൾ പറഞ്ഞു ലൗഡ്നെസ്. അടുത്ത ഒന്ന് ഞാൻ പറയുവാണ് പിച്ച്. പിന്നെ ഒരു കാര്യം, ലൗഡ്നെസ്സിനെ നമ്മൾ മെഷർ ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഏത് യൂണിറ്റിലായിരിക്കും? സൗണ്ടിന്റെ അതേ യൂണിറ്റിലാണ്, ഡെസിബലിലായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പം ലൗഡ്നെസ്സിന്റെ യൂണിറ്റ് എന്താന്ന് ചോദിച്ചാലും ഉത്തരം എന്ത് തന്നെയാണ്? ഡെസിബൽ തന്നെയാണ്. അപ്പൊ സൗണ്ടിന്റെ ലൗഡ്നെസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതും ഏതിൽ തന്നെയാണ്? ഡെസിബലിൽ തന്നെയായിരിക്കും. ഓക്കെ, അടുത്തത് പിച്ച്. ഓക്കെ, ഇത് നമ്മൾ സൗണ്ട് എന്ന് പറയുന്ന വേവിന്റെ ഫ്രീക്വൻസിയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയുന്ന ഒരു ഫീച്ചർ ആണ് എന്തെന്ന് പറയുന്നത്? പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, പിച്ച് ഈസ് ദ ക്വാളിറ്റി ദാറ്റ് അലൗസ് ആസ് ടു ക്ലാസിഫൈ എ സൗണ്ട് ആസ് റിലേറ്റീവ്ലി ഷ്രിൽ ഓർ ഗ്രേവ്. ഷ്രിൽ ആണോ ഗ്രേവ് ആണോ എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് മനസ്സിലാവാൻ, ഇപ്പം ഒരു ഫീമെയിൽ വോയിസും മെയിൽ വോയിസും, മെയിൽ വോയിസിന്റെ സൗണ്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഗ്രേവ് ആയിട്ടുള്ള സൗണ്ടും ഫീമെയിൽസിന്റെ കുറച്ചുകൂടെ ഷ്രിൽ സൗണ്ടും ആണ്.
ഓക്കെ. അപ്പം ഫീമെയിൽ വോയിസും മെയിൽ വോയിസും ജസ്റ്റ് മനസ്സിൽ വിചാരിച്ചാൽ മതി. അതാണ് ഈ ഷ്രില്ല് ഗ്രേവ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ രണ്ട് സൗണ്ടിനെ നമുക്ക് വേർതിരിച്ച് അറിയിക്കാൻ പറ്റുന്നത് എന്ത് ക്വാളിറ്റി എന്ത് ഫീച്ചർ സൗണ്ടിനുണ്ടോണ്ടാണ്, ഈ പിച്ച് എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ടോണ്ടാണ് ആ മെയിൽ സൗണ്ട് ആണോ ഫീമെയിൽ സൗണ്ട് ആണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ. അത് എപ്പോഴും ഫ്രീക്വൻസി ബന്ധപ്പെടുത്തിയായിരിക്കും നമ്മൾ പറയാം. ലൗഡ്നെസ് എപ്പോഴും പറയുന്നത് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ലൗഡ്നെസ് എപ്പോഴും റെപ്രസെന്റ് ചെയ്യുക. പിച്ച് എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്? ഫ്രീക്വൻസിയുടെ ബേസിസിലാണ്. ഓക്കെ. ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഫ്രീക്വൻസി ഓഫ് ദ സൗണ്ട് വേവ്. ഫ്രീക്വൻസി വെച്ചിട്ടായിരിക്കും നമ്മൾ പിച്ചും എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. ഓക്കെ. പിച്ച് എപ്പോഴും ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇപ്പം ഹയർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഹൈ പിച്ച് ആയിരിക്കും, ലോവർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ലോ പിച്ച് ആയിരിക്കും. ഇപ്പോൾ ഫീമെയിൽസിന്റെ സൗണ്ടിന് കുറച്ചുകൂടെ പിച്ച് കൂടുതലാണ്, കുറച്ചുകൂടെ ഫ്രീക്വൻസി കൂടുതലാണ്. ഓക്കെ. ഇപ്പൊ മെയിലിന്റെ സൗണ്ടിന് കുറച്ചുകൂടെ പിച്ച് കുറവാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം എപ്പോഴും പിച്ച് നമ്മൾ ഫ്രീക്വൻസി ആയിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും പറയാ. ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ പിച്ച് കൂടുതലാണ്, ഫ്രീക്വൻസി കുറവാണെങ്കിൽ പിച്ച് കുറവാണ്. ക്ലിയർ ആണോ? അതേപോലെ ഗ്രേവ് ആണോ ഷ്രിൽ ആണോ ആ സൗണ്ടിനെ വേർതിരിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള സൗണ്ടിന്റെ ഒരു ഫീച്ചർ ആണ് എന്തെന്ന് പറയുന്നത്, പിച്ച് എന്ന് പറയും. ഇനി അടുത്ത മൂന്നാമത്തെ നമ്മുടെ സൗണ്ടിന്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ക്വാളിറ്റി അല്ലെങ്കിൽ ടിംബർ. ഇപ്പം ഒരേ ആംപ്ലിറ്റ്യൂഡും അല്ലെങ്കിൽ ഒരേ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഒരേ ലൗഡ്നെസ്, അതേപോലെ തന്നെ ഒരേ പിച്ച്. ഓക്കെ. ഒരേ ഇന്റൻസിറ്റിയും ഒരേ ഫ്രീക്വൻസിയും ഉള്ള സൗണ്ട് നമ്മൾ കേൾക്കുവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇത് രണ്ടും രണ്ട് സൗണ്ട് ആണോ? ഓക്കെ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ട് ഇൻസ്ട്രുമെന്റിൽ നിന്നും ഇപ്പൊ രണ്ട് ഇൻസ്ട്രുമെന്റ്സ് ആണ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണെന്ന് വിചാരിക്കുക. രണ്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിൽ നിന്നും ഒരേ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരേ ഇന്റൻസിറ്റിയും ഒരേ ഫ്രീക്വൻസിയും ഉള്ള സൗണ്ടുകൾ പുറത്തോട്ട് വരുവാണെന്ന് വിചാരിക്കുക. പക്ഷെ എന്നാലും നമുക്കത് തിരിച്ചറിയാൻ പറ്റും, ഇത് ഇന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെങ്കിൽ മറ്റത് ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് സൗണ്ടിന് എന്തുകൊണ്ടാണ്? ക്വാളിറ്റി അല്ലെങ്കിൽ ടിംബർ ഉണ്ടോണ്ടാണ്. ക്ലിയർ ആണോ? അപ്പം അതാണ് എന്തെന്ന് പറയുന്നത്, ക്വാളിറ്റി ഓഫ് ടിംബർ അലൗസ് ആസ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സൗണ്ട്സ് വിത്ത് സെയിം പിച്ച് ആൻഡ് സെയിം ലൗഡ്നെസ്. സെയിം പിച്ചും സെയിം ലൗഡ്നെസ്സും ഉള്ള സൗണ്ടിനെ തിരിച്ചറിയിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? സൗണ്ടിന് ക്വാളിറ്റി ഉണ്ടോണ്ടാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ അത്രയും കാര്യങ്ങൾ. പിന്നെ കുറച്ച് ഡിഫറെന്റ് വേവ് ഫോംസിന്റെ നമുക്ക് ഇതെന്താണ്, സെയിം ഫ്രീക്വൻസി സെയിം ആംപ്ലിറ്റ്യൂഡ് ബട്ട് പ്രൊഡ്യൂസ് ഡിഫറെന്റ് ടിംബർ. ഓക്കെ. അപ്പം വേവ് ഫോംസിന്റെ കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് എന്താണ് ആ മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ഓർത്തിരിക്കുക. ഈ ലൗഡ്നെസ് എപ്പോഴും ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇന്റൻസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്, പിച്ച് ഫ്രീക്വൻസി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് സൗണ്ടിന്റെ മെയിൻ ആയിട്ടുള്ള മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി സൗണ്ടിനെ ഫ്രീക്വൻസിന്റെ അടിസ്ഥാനത്തിൽ, ഫ്രീക്വൻസിനെ ബേസ് ചെയ്തിട്ട് സൗണ്ടിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിയേ, നമുക്ക് ഒരു പർട്ടിക്കുലർ റേഞ്ചിലുള്ള ഫ്രീക്വൻസീസിലുള്ള സൗണ്ട് വേവ്സ് മാത്രമേ നമുക്ക് ഹ്യൂമൻ ഇയറിന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ സെൻസിറ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ. അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 മുതൽ 20,000, ഓക്കെ, അല്ലെങ്കിൽ 20 മുതൽ 20K, 20 to 20 കിലോ ഹെഡ്സ്. ഓക്കെ. 20 മുതൽ 20 കിലോ ഹെഡ്സ് വരെയുള്ള സൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വേവ്സിന് നമുക്ക് ഹ്യൂമൻ ഇയറിന് സെൻസിറ്റീവ് ആണ്, നമുക്ക് സെൻസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇങ്ങനത്തെ സൗണ്ടിനെയാണ് നമ്മൾ ഓഡിബിൾ സൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഈ 20ന് കുറവുള്ള, ഓക്കെ, ഈ 20 ഹെഡ്സിന് താഴെയുള്ള കുറവുള്ള ഫ്രീക്വൻസി റേഞ്ചുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? സെൻസ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ 20 കിലോ ഹെഡ്സിനെ കാട്ടിയും കൂടുതൽ ഫ്രീക്വൻസി നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പം 20 ഹെഡ്സിന് കുറവുള്ള ഫ്രീക്വൻസിനെ നമ്മൾ പറയുന്ന ആ ഫ്രീക്വൻസി റേഞ്ചിലുള്ള സൗണ്ട് വേവ്സിനെ നമ്മൾ പറയുന്നത് ഇൻഫ്രാസോണിക് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻഫ്രാസോണിക്. ഓക്കെ, ഇതും ഇൻഓഡിബിൾ ആണ്. ഓക്കെ, ഇത് ഓഡിബിൾ ആണ്, ഇത് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല, അതും കേൾക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇൻഓഡിബിൾ ആണ്. ഓക്കെ. അതേപോലെ തന്നെ അൾട്രാസോണിക്. ഓക്കെ. അപ്പൊ അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത് 20 കിലോ ഹെർട്സിനെ കാട്ടിയും കൂടുതൽ ഫ്രീക്വൻസി റേഞ്ചിലുള്ള സൗണ്ട് വേവ്സ് ആണ്. അതിനെ നമ്മൾ എന്തെന്ന് പറയും? അതിനെ അൾട്രാസോണിക് എന്ന് പറയും. ഓക്കെ. ഇനി ഈ ഓഡിബിൾ സൗണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. മ്യൂസിക്കൽ സൗണ്ട് ഉണ്ട്, നോയിസ് സൗണ്ട് ഉണ്ട്. മ്യൂസിക്കൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ മ്യൂസിക് നമ്മൾ കേൾക്കുന്ന, നമുക്കിപ്പം പ്രത്യേകിച്ച് ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാത്ത
സൗണ്ട് ആണ് മ്യൂസിക്കൽ സൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നോയ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം വണ്ടികളിൽ നിന്നും വരുന്ന ഹോണ് അങ്ങനത്തെ എന്ന് പറഞ്ഞാൽ നമ്മളെ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സൗണ്ടാണ്. ഓക്കെ, അതാണ് നോയ്സ്. അതേപോലെ തന്നെ നമ്മുടെ എന്താണ് കേൾവിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്തത് ഏതാണ്? മ്യൂസിക്കൽ അല്ലാത്ത ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത് നോയ്സാണ്. ഓക്കെ, അപ്പൊ സൗണ്ടിനെ ജസ്റ്റ് ക്ലാസിഫൈ ചെയ്തതാണ് മൂന്നായിട്ട്. അതിൽ നമ്മുടെ ഇയർ സെൻസിറ്റീവ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന സൗണ്ട് റേഞ്ച് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് ആണ്. ഓക്കെ, അപ്പം അതിലെ ലോ റേഞ്ച് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 ഹെഡ്സും ഹൈ റേഞ്ച് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? 20 കിലോ ഹെഡ്സും ആണ്. ഓക്കെ, ഇനി ജസ്റ്റ് ഇതിനെ പറ്റി കുറച്ച് കാര്യങ്ങളും കൂടെ. ഓക്കെ ഓക്കെ നമ്മുടെ RRB റെഗുലർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ എന്താണ് നമ്മുടെ ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ്, ഓക്കെ, കൃത്യമായിട്ട് ഓരോരോ ചാപ്റ്റർ കഴിയുമ്പം അതിനുള്ള സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ. ഓക്കെ, മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പം ALP എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുവാണല്ലോ. അപ്പോൾ ഓരോരോ ചാപ്റ്റേഴ്സ് കഴിയാൻ നേരത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മോക്ക് എടുക്കുക. ഓക്കെ, ഇപ്പം ചാപ്റ്റർ വൈസ് ഉള്ള മോക്കുകളുണ്ട്, ഫുൾ മോക്കുകളുണ്ട്. അപ്പം അതൊക്കെ എടുത്ത് അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ സ്കോർ എങ്ങനെയാണ്, ഇപ്പം ഏത് പോർഷനാണ് ഞാൻ കുറച്ച് വീക്ക്, അത് മനസ്സിലാക്കുക. എന്നിട്ട് കൂടുതൽ ടൈം അത് കൊടുത്ത് അത് കുറച്ച് സ്ട്രോങ് ആക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, മോക്ക് എക്സാംസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇപ്പം അത്യാവശ്യം കുറച്ചധികം ക്ലാസ്സസ് കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് മോക്ക് ചെയ്യാനുള്ള ടൈം ആയി. അപ്പം ഇനി മോക്ക് ചെയ്ത് തുടങ്ങുക. നിങ്ങളുടെ ആ ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അല്ല ഇനി എവിടെയെങ്കിലും എന്തോ പ്രശ്നം ഉണ്ടെങ്കിൽ അതും മനസ്സിലാക്കി നമുക്ക് അത് ഓവർകം ചെയ്ത് വരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ മോക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താണ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെൻറ്റേഴ്സ് ഉണ്ട്, മെൻറ്റേഴ്സിനോടും പറയാം. ഓക്കെ, അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ കോൺടാക്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സൗണ്ടിനെ ഫ്രീക്വൻസിൻ്റെ ബേസിസിലുള്ള 3 ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. അപ്പം അതിൽ ഇൻഫ്രാസോണിക് നമ്മൾ പറഞ്ഞു ലെസ് ദാൻ ഓഡിബിൾ റേഞ്ചിനെ കാട്ടിയും ഫ്രീക്വൻസിയെ കാട്ടിയും കുറവുള്ളതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത്. ലെസ് ദാൻ 20 ഹെഡ്സ് നമ്മൾ പറഞ്ഞു. ഈ ഇൻഫ്രാസോണിക് സൗണ്ടുകൾ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോൾക്കാനിക് ഇറപ്ഷൻസ്, അതേപോലെ എർത്ത് ക്വേക്ക്, ഇതൊക്കെ നടക്കാൻ നേരത്ത് ഉണ്ടാവുന്ന സൗണ്ടാണ്. അല്ലെങ്കിൽ ഓഷൻ വേവ്സ്, ഇതൊക്കെ ഉള്ളപ്പം ഉണ്ടാവുന്ന സൗണ്ടാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഈ ഒരു ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയും. ഓക്കെ, ഇനി സോണിക് സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഡിബിൾ ആയിട്ടുള്ള സൗണ്ട്, നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന സൗണ്ട്. അതിൻ്റെ റേഞ്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞു. സോഴ്സസ് ഇപ്പം ഹ്യൂമൻസ് തമ്മിൽ മീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അനിമൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ കേൾക്കാൻ പറ്റുന്ന സൗണ്ടുകളെല്ലാം ഏതിൽ വരും? ഈ ഒരു ഓഡിബിൾ സൗണ്ടിൽ വരും. വീണ്ടും അൾട്രാസോണിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? സെൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര ഹൈ റേഞ്ച് ഫ്രീക്വൻസീസിലുള്ള സൗണ്ടാണ്, നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആ സെൻസേഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ മോർ ദാൻ 20 കിലോ ഹെഡ്സ് അല്ലെങ്കിൽ 20,000 ഹെഡ്സ്. ഓക്കെ, ഈ സൗണ്ടിൻ്റെ സോഴ്സസ്. ഓക്കെ, ബാറ്റ്, ഓക്കെ, വവ്വാല്. ഓക്കെ, വവ്വാല് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് മുന്നിൽ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു തടസ്സമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫുഡ് ഉണ്ട്, അല്ലെങ്കിൽ എന്തോ എനിമി ഉണ്ട് എന്ന് അവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അവർ ഈ പറയുന്ന അൾട്രാസോണിക് സൗണ്ട് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവർ അതെന്ത് ചെയ്യും? ആ സൗണ്ട് ചെന്നിട്ട് ഏതാണോ ഒബ്സ്റ്റക്കിൾ അവിടെ വന്ന് തട്ടിയത് തിരിച്ചു വരും. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇത്ര ഡിസ്റ്റൻസിൽ ഒരു എന്താണ് ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ട്, അല്ലെങ്കിൽ എനിക്കുള്ള ഫുഡ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ എനിമി ഉണ്ട് എന്ന് ബാറ്റ്സിന് മനസ്സിലാവും. ഓക്കെ, അപ്പം ഈ ബാറ്റ്സിന് ഈ അൾട്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമല്ല അൾട്രാസോണിക് സെൻസ് ചെയ്യാനും പറ്റും. ആർക്ക്? ഈ പറയുന്ന ബാറ്റുകൾക്ക്. ക്ലിയർ ആണോ? പിന്നെ ഈ അൾട്രാസോണിക് സൗണ്ട് ഈ ബാറ്റുകൾക്ക് മാത്രമല്ല, ഈ എന്താണ് മോസ്കിറ്റോസ് അങ്ങനെ ജീവികൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ക്യാറ്റ്, ഡോഗ്, ഇങ്ങനത്തെ ജീവികൾക്കൊക്കെ എന്ത് സെൻസ് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന അൾട്രാസോണിക് സൗണ്ട് സെൻസ് ചെയ്യാനായിട്ട് പറ്റും.
ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതാണ് 3 ടൈപ്പ് സൗണ്ട് വേവ്സ്. അതിനെപ്പറ്റി എന്താണ് ഫ്രീക്വൻസി റേഞ്ച്, എപ്പോഴൊക്കെയാണ് ഇത് ഉണ്ടാവുന്നത്, അത് ഓർത്തിരിക്കുക. പിന്നെ ഈ അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ആപ്ലിക്കേഷൻ ഉള്ളതാണ്. കാരണം മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അൾട്രാസൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് സ്കാനിങ് ആണ്. ഓക്കെ, അൾട്രാസോണോഗ്രഫി എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അൾട്രാസൗണ്ട് എടുക്കുന്നതെന്ന് പറയും. ഉള്ളിലുള്ള നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള വൈറ്റൽ ഓർഗൻസിനൊക്കെ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അൾട്രാസോണോഗ്രഫി ചെയ്യാൻ പറ്റും. അതിൽ യൂസ് ചെയ്യുന്നത് ഏതാ? നമ്മുടെ ഈ പറയുന്ന അൾട്രാസോണിക് സൗണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്യുന്ന അടുത്തൊരു ആപ്ലിക്കേഷൻ ആണ് സോണാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തതായിട്ട് ജസ്റ്റ് പറയാൻ പോകുന്നത് എന്താണ്? സോണാറിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോണാർ എന്താണ്? സോണാറിന്റെ ഫുൾ ഫോം SO എന്ന് പറയുന്നത് എന്താണ്? സൗണ്ട്. ഓക്കെ, അതിൽ N എന്ന് പറയുന്നത് നാവിഗേഷൻ, R എന്ന് പറയുന്നത് റേഞ്ചിങ്. ഓക്കെ, അപ്പം സൗണ്ട്, നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഈ ഒരു സോണാറിന്റെ ആ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന സൗണ്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം. ഏത് സൗണ്ട്? നമ്മുടെ അൾട്രാസോണിക് സൗണ്ട് എന്ന് വെച്ചാൽ 20 കിലോ ഹെർട്സിനെക്കാട്ടിയും കൂടുതൽ റേഞ്ചിലുള്ള ഫ്രീക്വൻസീസിലുള്ള സൗണ്ടിനെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഷിപ്പിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഡിറ്റക്ടർ അല്ലെങ്കിൽ റിസീവർ ഉണ്ട്. ഓക്കെ, ഈ ട്രാൻസ്മിറ്ററിൽ നിന്നും ഒരു സൗണ്ട് വേവ് ഇതാ ഇങ്ങനെ പുറത്തോട്ട് കടത്തിവിടും. ഓക്കെ, ഇവിടെ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒബ്സ്റ്റക്കിളിൽ തട്ടി ആ സൗണ്ട് എന്ത് ചെയ്യും? തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരും. ഓക്കെ, നമ്മൾ ലൈറ്റ് പഠിച്ചില്ലേ? ലൈറ്റിൽ റിഫ്ലക്ഷൻ പറഞ്ഞില്ലേ? അതേപോലെ തന്നെ സൗണ്ട് എന്ന് പറയുന്ന വേവും എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്ട് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ വന്ന് തട്ടുന്നു, തിരിച്ചത് ആ ഡിറ്റക്ടറിൽ വന്ന് നമുക്കത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്തുവാ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക? നമുക്ക് മനസ്സിലാവും. ദാ ഈ ഒരു ഇവിടെ കൊടുത്തിട്ടുണ്ടോ ഡെപ്ത്. ഓക്കെ, ഇത്രയും ഡെപ്തിലാണ് ആ ഓബ്ജക്റ്റ് ഉള്ളത്. അതേപോലെ തന്നെ ആ ഓബ്ജക്റ്റ് എത്ര വെലോസിറ്റിയിലാണ് സഞ്ചരിക്കുന്നത്, എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്, ഡയറക്ഷൻ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എന്തുപയോഗിച്ചിട്ട്? നമ്മുടെ ഈ ഒരു സോണാർ ഉപയോഗിച്ച് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ സോണാർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിളോ അല്ലെങ്കിൽ ഡെപ്തിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിളോ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അത് എത്ര ഡിസ്റ്റൻസ് താഴെയാണ്, എത്ര ഡെപ്തിലാണ്, അതുപോലെ തന്നെ അതിന്റെ വെലോസിറ്റി, അതുപോലെ തന്നെ അതിന്റെ ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിലോട്ടാണ് അത് സഞ്ചരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് യൂസ് ചെയ്ത് മെഷർ ചെയ്യാൻ പറ്റും? ഈ ഒരു സോണാർ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ സോണാറിൽ യൂസ് ചെയ്യുന്ന ആ സൗണ്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? അൾട്രാസോണിക് സൗണ്ട് ആണ്. ഓക്കെ, അൾട്രാസോണിക് സൗണ്ട് ആണ് ആപ്ലിക്കേഷൻ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഏതില്? സോണാറിൽ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? സൗണ്ട് എന്ത് വേവ് ആണ്? മെക്കാനിക്കൽ ആണ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്, സൗണ്ടിന് എവിടെയാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് ഉള്ളത്, അതുപോലെ തന്നെ എന്താണ് സൗണ്ടിന്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചു. സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ V = F ലാംഡ, അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതിന്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ എന്താണ് സൗണ്ടിന്റെ 3 ടൈപ്പ് ഫ്രീക്വൻസീസിനെ ബേസ് ചെയ്തിട്ടുള്ള സൗണ്ടിന്റെ 3 ക്ലാസിഫിക്കേഷനും, അതുപോലെ തന്നെ മൂന്നാമത്തെ ആയിട്ടുള്ള അൾട്രാസോണിക് സൗണ്ടിന്റെ ആപ്ലിക്കേഷനുമാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താണ് തുടരെ ക്ലാസ്സുകൾ പൊക്കോണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ലൈവ് അപ്ഡേറ്റുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് താഴെ ടെലഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ കയറി എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ജോയിൻ ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. ഹാപ്പി ലേണിംഗ്.